നിങ്ങളൊക്കെ സ്നേഹിച്ച ആ തങ്ങളെ മകനാണ്. നിങ്ങള് ഗടിപിടിയാക്കരുത്. മയ്യത്തിന്റെ റഹ്മത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാന്നല്ലാതെ നിങ്ങൾ പപ്പിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഇൻഷാ അല്ലാഹ് സാദാത്തങ്ങള്, അതുപോലെ തന്നെ മൊമോനി സഖാഫി, അതുപോലെ ബാക്കിയുള്ള സയ്യിദന്മാർ, അവരൊക്കെ ഇവര് ഇമാമത്ത് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സഫായിട്ട് എല്ലാവരും നിൽക്കുക. അതിന്റെ ശേഷം നിങ്ങൾക്ക് ഏകദേശം ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കാണിച്ചു തരും. ആരും നിങ്ങൾ വെപ്പിട്ട് അടിയാക്കിയാലും മയ്യത്തിന് ബാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മയ്യത്ത് എടുക്കേണ്ടി വരും. അത് നമ്മക്കും ബാധിക്കും, നിങ്ങൾക്കും ബാധിക്കും. തങ്ങളെ വേദനിപ്പിക്കരുത്. നിങ്ങൾക്കറിയാലോ തങ്ങളെ നിലപാടുകൾ. അതുകൊണ്ട് അല്ലാഹു തആല റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ പുറത്തു മാഫാക്കി കൊടുക്കുമാറാവട്ടെ. ഇവിടുത്തെ വല്ലത് മഹല്ലത്തിൽ എന്തെങ്കിലും തരാനോ കൊടുക്കുവാനോ ഉണ്ടെങ്കിൽ ഇല്ലാത്ത സ്ഥാപനമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എതിർത്തിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഖളാഇ വിഷയങ്ങളായി സംബന്ധപ്പെട്ടൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും എല്ലാത്തിനും റബ്ബ് ഉപ്പും പറയും. അച്ഛന് വന്നാൽ നമ്മൾ നിലക്കും കാത്തുക്കൂടാം. അതുപോലെ ഉപ്പും ദ്വാരക്ക് വേണ്ടി ഹോസ്പിറ്റല്, അതുപോലെ തന്നെ വീട്ടിൽ നഹലുകാർക്ക് അൽഹംദുലില്ലാഹ് അതുപോലെ തന്നെ എല്ലാം ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, വീട്ടിൽ നിന്ന് പെട്ടെന്നുള്ള മരണമല്ല. അതുപോലെ തന്നെ എന്തല്ല, പിന്നെ ആർക്കും അഹലുകാർക്ക് അറിയാതെ നമ്മളെ രോഗം വന്ന് കിടക്കുന്നതൊന്നുമല്ല. നമ്മളോടൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ പോക്കായി, ഹരീശേഖം അടുത്ത് പോക്കായി. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം, നമുക്ക് ഖൈറിന് വേണ്ടി നിൽക്കണം. എല്ലാം നിങ്ങൾ ദുആ ചെയ്യണം. ഇനിയൊക്കെ നിങ്ങൾ ഒന്നിനും നിൽക്കരുത്. പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പോയതാണ്. ആരൊരു നിരക്കുണ്ട്. നിങ്ങളെല്ലാം നമ്മളെയും കാട്ടി സ്നേഹിച്ചത് രോഗികളായ ഒരുപാട് ജനങ്ങളെയാണ്. നമുക്കറിയാം. ഇന്നലെ രാത്രി വരെ വിളിച്ച ആളുകൾക്ക് ഇവിടെ ഇഫ്തിഖാർ പോലത്തവരൊക്കെ പറഞ്ഞത് നാട്ടിന് വേണ്ടിയുള്ള സേവനത്തിന്റെ ഫതഹിന് വേണ്ടിയാണ്. പല ശരീഅത്താവട്ടെ, കോളേജ് ആവട്ടെ, ദർസാവട്ടെ, എന്തിനാവട്ടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിക്കാണ്. അതുകൊണ്ട് മക്കളായ നമുക്ക് അതിന് കിട്ടിയില്ല, അൽഹംദുലില്ലാഹ്. പക്ഷെ നമുക്കൊക്കെ ഒന്നും നമ്മളെ വാപ്പ പറഞ്ഞിട്ടുണ്ടോ സയ്യിദന്മാർക്ക് ദീനിന് പ്രവർത്തിക്കാനുള്ള. അതുകൊണ്ട് തന്നെ അതിലൊന്ന് വെച്ച് നമ്മൾ മാത്രം നിന്നുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ വാപ്പ നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു പെപ്പിട്ട് കളിക്കരുത്. പറയുന്നത് കേൾക്കുക. ഈ നമ്മൾ ഏതൊക്കെ രൂപം മയ്യത്ത് കാണുന്ന ആ രൂപത്തിൽ നിങ്ങളെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അതാണ് തങ്ങൾ പറഞ്ഞതിന്റെ യഥാർത്ഥ അനുയായി എന്നുള്ളതാവും. അല്ലാതെ എതിര് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവരോട് ചെയ്യുന്നത് റബ്ബിന്റെ ഭാഗത്തു നിന്നും തെറ്റാണ്, മൂപ്പർക്കും എതിരാണ്. രണ്ടും നമ്മൾ പാടില്ല. അപ്പൊ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് സയ്യിദ് സാദാത്ത് തങ്ങൾ നേതൃത്വം നൽകുന്നു. എല്ലാവരും ഒന്ന് സഫ് റെഡി. സാദാത്ത് തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക.